വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുന്നുണ്ടെന്ന് സുഹൃത്ത് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് നിർമ്മലയായിരുന്നു. ജീവിതത്തിൽ ആദ്യമായി പ്രേമം തോന്നിയ പട്ടുപാവാടക്കാരിയായിരുന്നു അത്. അവൾ വരുമോടാ? നിർമ്മലയോ? ഓ, നിന്റെ പഴയ വരും വരും, അവൾ എന്തായാലും വരും. അത് കേട്ടപ്പോൾ അവൾ ഇപ്പോഴും അമേരിക്കയിൽ തന്നെ അല്ലേന്ന് ഞാൻ അവനോട് ചോദിച്ചു. വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ ആ നേരം ഫോണിലൂടെ ചിരിക്കുകയായിരുന്നു. അവൾ ഇപ്പോഴും സിംഗിളാടാ, മുട്ടിയ ഷുവറായിട്ടും കിട്ടും. അവളൊരു വെള്ളക്കാരനെ കിട്ടിയതല്ലേ? ഏറെ ആകാംക്ഷയോടെ ഞാനത് ചോദിച്ചു. അയാൾ മരിച്ചു, ഇപ്പോൾ അവളും കുഞ്ഞും തനിച്ചാണ്. എന്തുകൊണ്ടോ അത് കേട്ടപ്പോൾ നിർമ്മലയുമായി കൂടാനുള്ള സാധ്യത തെളിഞ്ഞതിൻ്റെ ആഹ്ലാദത്തെക്കാളും ഇണ നഷ്ടപ്പെട്ടാൽ അനുഭവിക്കേണ്ടി വരുന്ന ഒറ്റപ്പെടലിൻ്റെ നോവിലാണ് അവളെന്ന് ഞാൻ ഓർത്ത് ദുഃഖിതനായി. ആ ഉൾനോവിൻ്റെ മുള്ള് മറ്റാരേക്കാളും എനിക്കറിയാം. ഒന്നുമില്ലെങ്കിലും എനിക്ക് നിർമ്മലയെ നഷ്ടപ്പെട്ടിട്ട് കൊല്ലം 15ഓളമായില്ലേ. എന്തായാലും വരുമെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. എത്ര വേഗതയിലാണ് വർഷങ്ങളൊരു പുസ്തകത്താള് പോലെ മറിഞ്ഞു പോകുന്നത്. അതിൽ നിന്ന് കലാലയ കാലം വരെയുള്ള കടലാസുകൾ പിറകിലേക്ക് മറിച്ചാൽ എൻ്റെ പുസ്തകത്തിന് കാത്തിരിപ്പിൻ്റെ കഥകൾ മാത്രമേ പറയാനുള്ളൂ. ഒരിക്കലും തിരിച്ചു വന്നടുക്കാൻ സാധ്യതയില്ലാത്തൊരു പെണ്ണിനെ കാത്തിരുന്ന വികാരവിഡ്ഢിയുടെ കഥ. അത്തരം കാത്തിരിപ്പുകൾക്ക് ഉള്ളുപൊള്ളുന്ന നോവാണ്. എന്നിരുന്നാലും തുടർന്ന് ജീവിക്കാനുള്ളൊരു ബലത്തിനു വേണ്ടി അതിനും ഒരു സുഖമുണ്ടെന്ന് വളരെ മനോഹരമായി അത്തരക്കാർ സ്വയം കബളിപ്പിക്കും. അന്നു രാത്രി എനിക്ക് ഉറങ്ങാനേ സാധിച്ചില്ല. കണ്ണുകൾ അടച്ചാലും തുറന്നാലും നിർമ്മലയുടെ മുഖം. ആ പഴയ കാഴ്ചകളിലേക്ക് തലയിട്ടാൽ ഒരു 16കാരൻ്റെ നടുപ്പുറത്ത് പരുക്കൻ കൈപ്പത്തി വീഴുന്ന ചിത്രം എൻ്റെ ഓർമ്മയിൽ മിന്നുന്നുണ്ട്. അവൻ്റെ നിലവിളി ആ രാത്രി മുഴുവൻ എനിക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ മുറിയിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഒരു നാൾ രണ്ടും കൽപ്പിച്ച് എൻ്റെ മുഴുവൻ പ്രേമവും നിറച്ചൊരു ലേഖനം നിർമ്മലയ്ക്ക് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഒരു കൂട്ടുകാരനുമായി വരാന്തയിൽ കാത്തിരിക്കുമ്പോഴാണ് 9C ഓമന വന്ന് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയത്. ഞാനും കൂട്ടുകാരനും അന്ന് മുഖത്തോട് മുഖം നോക്കി അല്പനേരം നിന്നു. ഓമന തന്നോടാണ് അത് പറഞ്ഞതെന്നും പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ തർക്കിച്ചു. ആ ശരി, നിന്നോട് തന്നെ. ഉള്ളിൽ മുഴുവൻ നിർമ്മല ആയതുകൊണ്ട് ഒടുവിൽ ഞാൻ വിട്ടുകൊടുക്കുകയായിരുന്നു. കൃത്യം ആ നേരമാണ് കൂട്ടുകാരികളുടെ കൂടെ അവളൊരു പട്ടുപാവാടയും എടുത്ത് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. വായ തുറന്ന് നോക്കുന്ന എനിക്ക് നേരെ മധുരം നീട്ടിക്കൊണ്ട് ഇന്ന് തൻ്റെ പിറന്നാളാണെന്ന് നിർമ്മല പറഞ്ഞു. പിറന്നാൾ ആശംസകൾ ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോൾ അവൾ എന്നോട് അതിമനോഹരമായി പുഞ്ചിരിക്കുകയും ചെയ്തു. ആ പുഞ്ചിരിയുടെ ധൈര്യത്തിൽ ഞാൻ എൻ്റെ പ്രേമലേഖനം അവൾക്ക് കൊടുത്തു. മാറിയ ഭാവത്തോടെ അവൾ തിരിച്ചും മറിച്ചും നോക്കി. തുടർന്ന് തറപ്പിച്ചൊന്ന് നോക്കിയിട്ട് പോകുകയായിരുന്നു. പിന്നീട് നടന്നതെല്ലാം ഓർക്കുമ്പോൾ തന്നെ ഒരു നടുക്കമാണ്. പിയൂൺ വന്ന് വിളിച്ചപ്പോൾ ഞാൻ ഹെഡ് മാഷിൻ്റെ മുറിയിലേക്ക് പോയി. മാഷപ്പോൾ എൻ്റെ പ്രേമലേഖനം വായിച്ച് ചിരിക്കുകയായിരുന്നു. എന്നെ കണ്ടതും മാഷിൻ്റെ വിധ മാറി. സ്കൂളിലെ സകല കുട്ടികളെയും വിറപ്പിച്ച മാഷിൻ്റെ ചൂരൽ ഉയർന്നു വന്ന് എൻ്റെ കൈ 2 അടി തന്നു. വേദന കൊണ്ട് നിന്ന നിൽപ്പിൽ തുള്ളിയെങ്കിലും ഞാൻ കരഞ്ഞിരുന്നില്ല. പക്ഷെ എന്തിനും കുറ്റം കണ്ടെത്തി എന്നെ തല്ലുന്ന എൻ്റെ അച്ഛനെയും നല്ലവനായ ഹെഡ് മാഷ് വിവരമറിയിച്ചിരുന്നു. ഓർമ്മയിൽ ഒരിക്കൽ പോലും എന്നെ തലോടാത്ത അയാളുടെ പരുക്കൻ കൈകൾ അന്ന് രാത്രി എൻ്റെ നടുപ്പുറത്തിൽ പലവട്ടം കനത്തിൽ വീണു. അടുത്ത അമ്മയുണ്ടായിരുന്നുവെങ്കിലെന്ന് ഓർത്തോർത്ത് തലയിണയിൽ മുഖം പൂഴ്ത്തി ഞാനന്ന് കരഞ്ഞിരുന്നു. പുറമാകെ തിളച്ച വെള്ളം വീണ് പൊള്ളിയതുപോലൊരു നേറിയ രാത്രിയെ കൊണ്ടിട്ടും എനിക്ക് നിർമ്മലയെ മറക്കാനോ വെറുക്കുവാനോ കഴിഞ്ഞില്ല. അങ്ങനെ ആ നാളെത്തി. തമ്മിൽ ഇരട്ട പേര് വിളിച്ചും കുടുംബസമേതം വന്നവരുടെ കൂടെയുള്ള കുഞ്ഞുങ്ങളെ കൊഞ്ചിച്ചും ബഹളം വയ്ക്കുന്ന ആ പഴയ കലാലയത്തിലേക്ക് വീണ്ടും എൻ്റെ കാലുകൾ പതിഞ്ഞു. കണ്ണുകൾ നിർമ്മലയെ മാത്രം തിരയുകയാണ്. 4ഓ 5ഓ പേരെ ഒഴിച്ചാൽ മറ്റാരെയും തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. സംഗമത്തിലേക്ക് ക്ഷണിക്കാൻ വിളിച്ച കൂട്ടുകാരനാണ് നിർമ്മല ക്ലാസ് മുറിയിൽ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് എന്നെയും കൂട്ടി അങ്ങോട്ടേക്ക് പോയത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഞാൻ അവളെ തിരിച്ചറിഞ്ഞു. ഇവനെ മനസ്സിലായോ എന്ന് കൂട്ടുകാരൻ ചോദിച്ചപ്പോൾ നിർമ്മല തലയുയർത്തി എന്നെ നോക്കി ചിരിച്ചു. പണ്ടു പിറന്നാൾ മധുരം തരുമ്പോൾ വിടർന്ന അതേ ചിരി. നിർമ്മല എന്നെ ഓർക്കുന്നുണ്ടല്ലോ എന്ന സമാധാനത്തിലേക്ക് ഉള്ളം പോകും മുമ്പേ മനസ്സിലായില്ലെന്ന് അതേ ചിരിയോടെ അവൾ പറഞ്ഞു. കൂട്ടുകാരൻ എൻ്റെ പേര് പറഞ്ഞിട്ടും അവൾക്കെന്നെ ഓർമ്മ വന്നില്ല. ഒടുവിൽ പഴയ പ്രേമലേഖനത്തിൻ്റെ കഥ പറയുമ്പോഴാണ് നിർമ്മലയുടെ ഓർമ്മയിൽ ഞാൻ തെളിയാതെ ഒന്ന് മിന്നിയത്. കൂട്ടുകാരികളോടൊപ്പം അവളത് കേട്ട് ചിരിച്ചു. എത്ര പെട്ടെന്നാണ് എൻ്റെ പ്രേമം ഒരു തമാശയായി മാറിയത്. മറ്റൊന്നും പറയാതെ ഞാൻ ആ ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. പണ്ട് നിർമ്മലയെ പിന്തുടർന്ന വരാന്തയിലൂടെ നടക്കുമ്പോൾ ജീവിതം എത്ര വിചിത്രമാണെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. നമ്മളെ ഒന്ന് ഓർക്കുക പോലും ചെയ്യാത്തവരെ ഉള്ളിൽ താലോലിച്ച് സഞ്ചരിക്കേണ്ടി വരുന്നവരുടെ എണ്ണം ചെറുതായിരിക്കില്ലെന്ന് ആ നേരം എനിക്ക് തോന്നി.
ചിലർ കാത്തിരുന്ന് മരവിക്കുന്നു, മറ്റു ചിലർ മരിക്കുന്നു. പിന്നെയും ചിലർ കാത്തിരിപ്പിൻ്റെ നാൾവഴികളിൽ എപ്പോഴോ മറ്റാരിലേക്കോ ഒരു നിയോഗമെന്ന പോലെ ചേരുന്നു. അതെ, ഒരു പെണ്ണിൻ്റെ പിൻവിളി കേട്ടപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി. എന്നെ മനസ്സിലായോ? എത്ര ആലോചിച്ചിട്ടും എനിക്കവളെ തിരിച്ചറിയാൻ സാധിച്ചില്ല. അതിൻ്റെ പരിഭവം അവൾ കാട്ടിയതുമില്ല. എനിക്ക് തന്നെ ഇപ്പോഴും ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു നടക്കുകയും ചെയ്തു. ആരാണ് അവളെന്ന് ഓർത്തപ്പോൾ പണ്ട് നിർമ്മലയ്ക്ക് പ്രേമലേഖനം കൊടുത്ത നാളിലേക്ക് അറിയാതെ ഞാൻ മറിഞ്ഞു വീഴുകയായിരുന്നു. അതെ, അവൾ തന്നെ, 9C ഓമന. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.